ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം SSC. വെൽക്കം ബാക്ക് ടു ഒറ്റയടി സീരീസ് 2. അപ്പോൾ ഇന്ന് നമ്മൾ ഒറ്റയടി സീരീസിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്, അതായത് സിംഗുലർ ആയിട്ടും പ്ലൂരൽ ആയിട്ടും ഫോം ചേഞ്ച് ചെയ്യാതെ വരുന്ന നൗണുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഇനി പറയാൻ പോകുന്ന നൗണുകൾ, ആ നൗണുകൾ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എസ് ഒഴിവാക്കുകയോ ഉള്ള എസിനെ ഒഴിവാക്കുകയോ പ്ലൂരൽ ആക്കുന്ന സമയത്ത് ഒരു എസ് അഡീഷണൽ ചേർക്കുകയോ ചെയ്യണ്ട എന്നർത്ഥം. ഈ ഫോംസ് സിംഗുലർ ആയിട്ടും പ്ലൂരൽ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഒരു മാറ്റവും വരുത്തണ്ട. അപ്പൊ അങ്ങനെയുള്ള ചില നൗണുകളെ നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണത്? എയർക്രാഫ്റ്റ്, ഹെഡ് ക്വാർട്ടേഴ്സ്, മീൻസ്, സ്പീഷീസ്, സ്വൈൻ, ഷീപ്പ്, ദെൻ ഫിഷ്, സാമൻ, സീരീസ്, ഇന്നിങ്സ്, ബറാക്സ്, ദെൻ ക്രൂ ആൻഡ് ഡിയർ. ഇത്രയും വേർഡുകളാണ് സിംഗുലർ പ്ലൂരൽ ഫോമുകളിൽ, അതായത് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഫോം ചേഞ്ച് ചെയ്യാതെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് ഇഫ് ദേ ആർ യൂസ്ഡ് ഇൻ എ സിംഗുലർ സെൻസ്, ഒരു സിംഗുലർ സെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് ശേഷം സിംഗുലർ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യാം. പ്ലൂരൽ ആയിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പ്ലൂരൽ വെർബ് യൂസ് ചെയ്യാം. വെർബ് മാറ്റണം കേട്ടോ. സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരൽ വെർബ് ഉപയോഗിക്കണം. പക്ഷെ ഫോമുകളെ ചേഞ്ച് ചെയ്യേണ്ടതാണെന്ന് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇവിടെ കാണുന്ന ചിത്രങ്ങളൊക്കെ അതിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. മുകളിൽ കാണുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ആണെങ്കിലും താഴത്ത് കാണുന്ന ഫിഷ് ആണെങ്കിലും ഇപ്പുറത്ത് കാണുന്ന ബാരക്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ യൂസ് ചെയ്യേണ്ടതാണ്. എസ് കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഈ വേർഡുകൾ നമുക്ക് എങ്ങനെ പഠിക്കാമെന്നറിയോ? ഒരു കഥ പോലെ ആക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാ കഥയാക്കുക? നമുക്ക് ഇതിനകത്തൊരു കഥാപാത്രം വേണം. കേന്ദ്ര കഥാപാത്രമായിട്ട് വരാൻ പോകുന്നത് സാം എന്നുള്ള ആളാണ്. ആരാണ്? സാം എന്ന കക്ഷിയാണ് ഈ ഒരു കഥയിൽ കഥാപാത്രമായി വരാൻ പോകുന്നത്. കേന്ദ്ര കഥാപാത്രമായിട്ട് സാമിനെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിളിക്കാം, ക്ഷണിക്കാം, അല്ലെ? സാം എന്ന് പറയുന്ന കക്ഷി ജോലിയുണ്ട്. അയാളുടെ ജോലി എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന, എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ വിമാനത്തിനെയാണ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് പുള്ളിക്കാരൻ ജോലി. എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ജോലിയോടൊപ്പം തന്നെ മറ്റൊരു പാഷനായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അയാളുടെ ഫ്രീ ടൈമുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല പല മീൻസിലൂടെ, പല പല മീൻസ് എന്ന് പറഞ്ഞാൽ മീഡിയം എന്നാണ് ഉദ്ദേശിക്കുന്നത്, വഴികളിലൂടെ പുതിയ പുതിയ സ്പീഷീസ് ഓഫ് ജീവികളെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടെത്തുന്നുണ്ട്. പല പല മീൻസിലൂടെ പുതിയ പുതിയ സ്പീഷീസ് ഓഫ് സാധനങ്ങളെ, ജീവികളെ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് സ്വൈനും ഷീപ്പും. ഇതിൻ്റെ അകത്ത് സ്വൈൻ എന്ന് പറഞ്ഞാൽ പന്നി എന്നാണ് അർത്ഥം. നമ്മുടെ മൃഗമായിട്ടുള്ള പന്നിയെയാണ് സ്വൈൻ എന്ന് പറയുന്നതിലൂടെ. സ്വൈൻ ഫ്ലൂ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ ആ സ്വൈൻ എന്ന് പറഞ്ഞാൽ പന്നിയാണ്. ഷീപ്പിനെ നമുക്കറിയാം ചെമ്മരിയാടാണ്. അപ്പോൾ അങ്ങനെ പല പല മീൻസിലൂടെ പുതിയ പുതിയ സ്പീഷീസിനെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ രണ്ട് സാധനങ്ങളാണ് സ്വൈനും ഷീപ്പും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഥകൾ പോകുന്നത്. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡിന്നറിന് എന്താ ഉള്ളത്? ഫിഷ് ഉണ്ട് അദ്ദേഹത്തിന് കഴിക്കാനായിട്ട്. എന്തുണ്ട്? ഫിഷ് ഉണ്ട്. ആ ഫിഷ് എന്ന് പറഞ്ഞാൽ ഏതാ ഫിഷ്? അയാളുടെ ഫേവറേറ്റ് ഫിഷ് ഏതാ കഴിക്കാൻ? സാമൻ എന്ന് പറയും. നമ്മുടെ മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ അത് കോര എന്ന് പറയുന്ന ഫിഷാണ് സാമൻ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാം അവിടെ സൈലന്റ് ആണ്. സാമൻ എന്നേ പറയുള്ളൂ. ആൽമണ്ട് എന്ന് പറയില്ലല്ലോ, ആമണ്ട് എന്നല്ലേ പറയും. അതുപോലെ തന്നെ സാമൻ എന്നേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ അയാളുടെ ഫിഷ് കൂട്ടിയിട്ട്, അയാളുടെ ഫേവറേറ്റ് ഫിഷ് ആയിട്ടുള്ള സാമൻ കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണത്തിനൊപ്പം TV കാണുക എന്നുള്ളത് പ്രധാനമാണല്ലോ അല്ലെ? TV-യിൽ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ നടക്കണേ? ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട് ഇന്ത്യയുടെ. ആ ടെസ്റ്റ് സീരീസിൽ തന്നെ ഇന്ത്യയുടെ ഇന്നിങ്സ് ആണ്, അതായത് ബാറ്റ് ചെയ്യാൻ ഒരു ടീമിന് കൊടുക്കുന്ന അവസരത്തിനെയാണ് നമ്മൾ ഇന്നിങ്സ് എന്ന് പറയാം. സീരീസ് എന്ന് പറഞ്ഞാൽ പരമ്പരയും. അപ്പൊ ടെസ്റ്റ് പരമ്പരയിൽ ഒരു മാച്ചിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഇന്ത്യയുടെ ഇന്നിങ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻജോയ് ചെയ്ത് ഡിന്നറൊക്കെ മീൻ കൂട്ടി, സാമൻ കൂട്ടി അല്ലെ, ഇന്ത്യയുടെ ടെസ്റ്റ് സീരീസിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് കാണുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾക്ക് ഇവരുടെ ബാരക്സിൽ നിന്ന് ഒരു ക്രൂവിന്റെ കോള് വരുന്നു. എന്താണ്? ബാരക്സിൽ നിന്ന് ക്രൂവിന്റെ കോള് വരികയാണ്. പുതിയൊരു സ്പീഷീസ് ഓഫ് ഡിയറിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താണ്? ബാരക്സിൽ നിന്ന് കോള് വരുന്നു. ഇയാളുടെ ക്രൂവിന്റെ, അതായത് ഞാൻ പറഞ്ഞില്ലേ പുതിയ സ്പീഷീസ് ഓഫ് സാധനങ്ങളെ കണ്ടെത്തുമ്പോൾ അതിന് ഇയാൾക്കൊരു ടീമുണ്ട്. ഓക്കെ, അയാളൊരു ടീമിനെ ലീഡ് ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പോൾ ബാരക്സിൽ നിന്ന് അദ്ദേഹത്തിന് ആരുടെ കോള് വന്നു? ക്രൂവിന്റെ കോള് വന്നു. പുതിയൊരു ഡിയറിന്റെ
പുതിയൊരു ഡിയറിന്റെ സ്പീഷീസിനെ കണ്ടെത്തി എന്നും പറഞ്ഞു. അപ്പൊ വേഗം വണ്ടി എടുത്ത് ഓടി അതിനെയും കളക്ട് ചെയ്തു. അങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ കഥ. അപ്പൊ ഈ ഒരു കഥ ഓർത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വേർഡുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും അല്ലെ. മനസ്സിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കാൻ അത് സഹായിക്കും. അപ്പൊ എന്താണ്, സാം എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. എന്തുകൊണ്ടാണ് സാം എന്ന് കൊടുക്കാൻ കാരണം, സെയിം ആണ് ഫോമുകൾ. സാമിൽ നിന്ന് സെയിം എന്ന് കിട്ടൂലേ, അതായത് സിംഗുലർ പ്ലൂരൽ ഫോംസ് ഈ നൗൺസിൻ്റെത് സെയിം ആയതുകൊണ്ടാണ് സാം എന്നുള്ള പേര് ഞാൻ കൊടുത്തത്, ഡെലിബറേറ്റ്ലി, ഇന്റൻഷനലി. ഓക്കെ, അപ്പൊ സാമിന് എവിടെയാ ജോലി? സാമിന് എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ജോലി അല്ലെ. ജോലിയോടൊപ്പം തന്നെ ഇയാൾക്ക് എന്ത് പരിപാടിയുണ്ട്, ഇയാൾക്ക് പല പല മീൻസിലൂടെ പുതിയ പുതിയ സ്പീഷീസ് ഓഫ് ജീവികളെ കണ്ടെത്തുന്ന സ്വഭാവം, ഹാബിറ്റ് അല്ലെങ്കിൽ ഹോബിയും കൂടി ഉണ്ട്. അങ്ങനെ കണ്ടെത്തിയ 2 സാധനങ്ങളാണ് സ്വൈൻ, ഒന്ന് പന്നിയും പിന്നെ ഒന്ന് ഷീപ്പും. അങ്ങനെ ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ഇയാൾ TV-യിൽ ഇന്ത്യയുടെ ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് അല്ലെ എന്തൊക്കെ കൂട്ടിയിട്ട്, ഫിഷ്, അതായത് സാമൻ എന്ന് പറയുന്ന ഫിഷൊക്കെ കൂട്ടിയിട്ട് TV-യിൽ ഇന്ത്യയുടെ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സീരീസിൽ അതിനകത്ത് ഇന്ത്യയാണ് ബാറ്റ് ചെയ്യുന്നത്, ഇന്ത്യയുടെ ഇന്നിങ്സ് ആണ് എന്ന് വേണം ഓർക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾക്ക് എവിടുന്ന് കോള് വരുന്നത്, നമ്മുടെ ബാരക്സിൽ നിന്ന് കോള് വരുന്നു. കോള് വന്നിട്ട് എന്താ പറയുന്നത്, പുതിയൊരു സ്പീഷീസ് ഓഫ് സാധനത്തിന്, എന്താ അത്, ഡിയറിന്റെ പുതിയൊരു സ്പീഷീസിനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി. അപ്പൊ ഓർത്തെടുക്കാൻ സുഖമായില്ലേ കഥ, എളുപ്പമല്ലേ? ഇങ്ങനെ ഓർത്തിരുന്നാൽ സിമ്പിളാണ്. SSCക്ക് നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ പലപ്പോഴും ഇതെങ്ങനെയൊക്കെ തെറ്റിച്ച് തരുന്നത് നമുക്ക് നോക്കാം. ദ എയർഫോഴ്സ് ഹാസ് മെനി എയർക്രാഫ്റ്റ്സ്. എന്താണ്, ദ എയർഫോഴ്സ് ഹാസ് മെനി എയർക്രാഫ്റ്റ്സ്. ഇവിടെ എന്താ തെറ്റ്? ഇവിടത്തെ തെറ്റെന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ്സ് എന്ന് പറയേണ്ട, എയർക്രാഫ്റ്റ്, മെനി എയർക്രാഫ്റ്റ്, 1 എയർക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി. എയർക്രാഫ്റ്റ് 1 ആണെങ്കിലും 2 ആണെങ്കിലും 100 ആണെങ്കിലും എയർക്രാഫ്റ്റ് തന്നെയാണ്. ദ ടീം സ്കോർഡ് 200 റൺസ് ഇൻ ദ ഫസ്റ്റ് ഇന്നിംഗ്, അല്ല ഫസ്റ്റ് ഇന്നിങ്സ് ആണ് അവിടെ വരേണ്ടത് അല്ലേ. ഇന്നിങ്സ് 1 ആണെങ്കിലും 2 ആണെങ്കിലും 4 ആണെങ്കിലും 100 ആണെങ്കിലും ഇന്നിങ്സ് ആണ്. ഓക്കെ, ഗൂഗിൾ ഹാസ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടർ ഇൻ കാലിഫോർണിയ. ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിച്ച് പറയുന്നത് കേൾക്കുന്നതാണത്. ഒരു കമ്പനിയുടെ, ഈ കമ്പനീൻ്റെ ഹെഡ് ക്വാർട്ടർ മുംബൈയിലാണ് അല്ലേ. സൈലത്തിന്റെ ഹെഡ് ക്വാർട്ടർ കോഴിക്കോടാണെന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. എന്താ നമ്മൾ പറയേണ്ടത് അവിടെ, എന്താ, ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ്. അത് 1 ആണെങ്കിലും 2 കമ്പനിയുടേതാണെങ്കിലും 100 കമ്പനിയുടേതാണെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ്. ഹെഡ് ക്വാർട്ടർ എന്നൊരു വേർഡ് ഇല്ല കേട്ടോ. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാക്കണം, ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാക്കണം കേട്ടോ. ഇവിടെ ഒരു എസ് ആഡ് ചെയ്യണേ. ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ അല്ലേ? യെസ്. അടുത്തത്, ദ സൂ ഹാസ് മെനി സ്പീഷീസസ്. സ്പീഷീസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അല്ലെ ഇനം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ സ്പീഷീസ് 1 ആണെങ്കിലും 2 ആണെങ്കിലും 100 ആണെങ്കിലും സ്പീഷീസ് അതിന്റെ കൂടെ എസ് ഇടാനും പോകരുത്, കുറയ്ക്കാനും പോകരുത് കേട്ടോ. 1 സ്പീഷീസ് 2 സ്പീഷീസ് 1 ആകുമ്പോൾ ഇവിടുത്തെ എസ് വെട്ടിക്കളയരുത് നിങ്ങൾ ഒരിക്കലും കേട്ടോ. ഓക്കെ, അപ്പൊ സ്പീഷീസ് എപ്പോഴും സ്പീഷീസ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കണം. there are 2 fish in the pond അല്ലെ. ഇവിടെ ഫിഷ് എന്ന് പറഞ്ഞാൽ മതി, ഫിഷസ് എന്ന് പറയണ്ട. കാരണം ഒരു ഇനത്തിൽ പെടുന്ന, ഒരു കാറ്റഗറിയിൽ പെടുന്ന. അപ്പൊ ഗോൾഡ് ഫിഷ് ഒരു 100 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ there are 100 ഗോൾഡ് ഫിഷ് ഇൻ ദ പോണ്ട് എന്നാ പറയാ. പക്ഷേ 2 മീനുകളേ ഉള്ളൂ ഒരു കുളത്തില്. പക്ഷേ 2 മീനുകളും വിവിധ കാറ്റഗറിയിൽ അല്ലെങ്കിൽ വിവിധ സ്പീഷീസിൽ പെടുന്ന മീനുകളാണെങ്കിൽ അവരെ എന്താ വിളിക്കേണ്ടത്? there are 2 different fishes എന്നാ പറയാം. അപ്പൊ സെയിം സ്പീഷീസ് ആണെങ്കിൽ ഫിഷ്, ഡിഫറെന്റ് സ്പീഷീസിലുള്ള സാധനമാണെങ്കിൽ ഫിഷസ് എന്നും ഓർത്ത് വെക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഒരേ ഫോംസ് ചേഞ്ച് ചെയ്യാതെ ഒരേ ഫോമിൽ ഉപയോഗിക്കുന്ന നൗണുകളെ സിമ്പിളായിട്ട് ഈ കഥയിലൂടെ, സാമിന്റെ കഥയിലൂടെ, എവിടെ ജോലി ചെയ്യുന്നത്, എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന സാമിന്റെ കഥയിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആലോചിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.